നമ്മളെ ഷോപ്പിൽ പല രാജ്യത്തുള്ള സ്റ്റാഫുകളുണ്ട്. ഇന്ന് നമ്മളെ സ്വന്തം നാടായ ഇന്ത്യത്തെ കാശ്മീരിലുള്ള ചെങ്ങായിൻ്റെ നാട്ടുകാരൻ തിരിച്ച് ഇവിടുക്കാനെ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ വന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ കൊള്ളിക്കഷ്ണം. ഈ കൊള്ളിക്കഷ്ണം എന്തിനാണെന്ന് വെച്ചാൽ പല്ലേക്കാനില്ലാണെന്ന് പറഞ്ഞു. ഓ പറഞ്ഞില്ല, അതിങ്ങനെ കുറച്ച് കടിച്ചിട്ട് നമ്മൾ അറാക്ക് പറഞ്ഞ കൊള്ളിക്കഷ്ണം ഉണ്ടല്ലോ, അതൊക്കെ തേക്കണ മാതിരി ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ നല്ലോണം വെളുക്കും എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും കുറച്ച് നേരം തേച്ചിട്ടോ. അത് തേക്കുമ്പോൾ എന്താ വെച്ചാൽ പല്ല് കളറൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി നല്ല ചോപ്പും വരുന്നുണ്ട്. ചോപ്പ് പറഞ്ഞാൽ നമ്മളെ ചുണ്ടൊക്കെ പാടെ ഒരു റോസ് കളറായിട്ട് ഇങ്ങനെ വരും. നല്ലൊരു റിസൾട്ടുള്ള സംഭവം തന്നെയാണ് അത്. അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്നും എനിക്കറിയില്ല. അവനോട് ചോദിച്ചപ്പോൾ എനിക്കെന്തോ ഒരു പേര് പറഞ്ഞതിന്, പക്ഷെ ഞാനാണെങ്കിൽ അവൻ മറന്നു ചെയ്തു. പിന്നെ അത് മാത്രമൊന്നുമല്ല കേട്ടോ, അവൻ കുറേ സാധനങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ അതിൽ പെട്ട ഒരു സാധനമാണ് ഈ അരി. ഈ അരി എന്ന് പറഞ്ഞാൽ ഓല നാട്ടിൽ മാത്രമല്ല അരിയെന്ന് പറഞ്ഞത്. നമ്മളൊക്കെ അരിമാതിരി തന്നെ, പക്ഷെ നല്ല വലിപ്പമുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റാണ് അരി. അത് ഭക്ഷണം കഴിച്ചു തരാം. അപ്പോൾ പറഞ്ഞു ഇന്ന് വെച്ചാൽ അതുകൊണ്ട് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഗീ റൈസൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. നല്ല അടിപൊളി സാധനം കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മയക്കങ്ങനെ വരും. അപ്പോൾ ഓല് പറഞ്ഞു ഈ മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ അരി കൊണ്ട് ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് ആ കമ്പിളി പതിപ്പിൻ്റെ ഉള്ളിൽ കടന്നിറങ്ങും. കാരണം മഞ്ഞ പെയ്യുന്ന സമയത്ത് പുറത്തു കൂടെ ഒന്നും ഇറങ്ങിയെടുക്കാൻ പറ്റില്ലല്ലോ. പേരൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കുക. നല്ല സുഖമുള്ള പരിപാടി അല്ലേ. ഇവ എന്തൊക്കെയാ പറയുന്നുണ്ട്, ഓനൊരു എന്താണ് ഓനെ പിന്നെ നിങ്ങൾ കാര്യമാക്കണ്ട, ഞാൻ പിന്നെ സാറാണ്. ഇവൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വിമാനമല്ല, റോക്കറ്റ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ട് വർക്ക് ആക്കിയിട്ട് ചെയ്യണം. ഇത് കണ്ടെങ്കിൽ ഓൻ ചെറിയൊരു മടലിൻ്റെ കഷ്ണം എടുത്താണ്ട് അതുകൊണ്ട് അടിച്ചു വരണേ. അതാകുമ്പോൾ പെട്ടെന്നുണ്ട് പരിപാടി തന്നെ. എനിക്ക് ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടൊരു കാര്യം പറയാല്ലേ, നിങ്ങൾ ഈ കുനിഞ്ഞിന്നാണ്ട് ഈ ചൂലുകൊണ്ടൊക്കെ അടിച്ചു വരാണ്ട് കുറേ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേമാതിരത്തെ ഒരു മടലെടുത്താണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് ഇതും കൂടി എടുത്തു പറഞ്ഞാണ്ട് നമ്മളെ ശരിയാക്കുക. ആരെ ശരിയാക്കണേ? നമ്മളെ. ഇപ്പോൾ പിന്നെ റംസാൻ മാസമാണല്ലോ, ഏത് പള്ളിയിൽ പോകാത്തനും പള്ളിയിൽ പോകുന്നൊരു മാസമാണ്. അങ്ങനെ ഞാനും ഇശാക്ക് നിസ്കരിച്ചാണ്ട് ഇങ്ങനെ പോരുകയാണ്. പോരുമ്പോൾ ഇതാക്കണേ നമ്മളെ മാർക്കറ്റിൻ്റെ കുറച്ചൊരു സാധനം, അതായത് 100-ൽ 99.91 ബാക്കിയില്ലേ, ആ 1% സൈഡാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഉള്ളി മാത്രം വിൽക്കുന്ന ഒരു ഏരിയ. ഉള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ വെറും ഉള്ളി മാത്രം, അതായത് പല രാജ്യത്തിൻ്റെ ഉള്ളി ഉണ്ടാവും. തുർക്കിൻ്റെ ഉണ്ടാവും, അതേമാതിരി നൈജീരിയ, ഇന്ത്യ, ഫിലിപ്പൈന്, അങ്ങനെ പല രാജ്യത്തിൻ്റെ ഉള്ളികൾ മാത്രം വെക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ഏരിയക്ക് വന്നാൽ ഉള്ളി മാത്രമേ കിട്ടുള്ളൂ. ഇതിങ്ങനെ കുറച്ചൊരു ഏരിയ ഉള്ളി മാത്രമേ കണ്ട്. അതേമാതിരി പല സ്ഥലത്തും പല വെജിറ്റബിളും കാര്യങ്ങളുമാണ് ഉള്ളത്. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിന് ഉള്ളി കിട്ടും. അപ്പോൾ ഉള്ളി ഇവിടുന്ന് എടുത്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുപോയാണ്ട് വിൽക്കുക. അങ്ങനെ നടന്നാണ്ട് ഇങ്ങനെ പോരുമ്പോഴാണ് നമ്മൾ മലയാളീസൊക്കെ വർക്ക് ചെയ്യണ ഒരു സ്ഥാപനമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു, എടാ വ്ളോഗറെ എങ്ങോട്ട് പോവുക പറഞ്ഞാണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ മാൻഡ്രി പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് ഉണ്ട്. അത് ചെറിയ ഓറഞ്ചാണ്, അതിൽ കുരുവൊന്നും ഉണ്ടാവില്ല, നല്ല മധുരക്കാരം. അതൊരു തേനിൻ്റെ ഒക്കെ മധുരമുള്ള ഓറഞ്ചാണ്. അപ്പോൾ ആ ഓറഞ്ച് ഞാൻ കുറച്ചേരം ഇങ്ങനെ അവിടെ പോകുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്താണ് നിന്നു. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സമയമാണ്. അതേമാതിരി പല സാധനങ്ങളും അവിടെ വരലുണ്ട്. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ഇങ്ങനെ നടക്കുന്ന സമയം. ചർച്ച എന്ന് പറയുമ്പോൾ നമ്മളെ നാട് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്ടുള്ളൊരു ചർച്ചേന്. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ലഹരി ഉപയോഗത്തിൻ്റെ ചർച്ചകൾ, പഴയ കുട്ടികളും പുതിയ കുട്ടികളും തമ്മിലുള്ള മാറ്റങ്ങൾ, ഏതായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കി. കള്ള് വെക്കണമെങ്കിൽ കഞ്ചാവ് വെക്കണമെങ്കിൽ എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു ഇത്ര കാലം ഓർക്കെതിരെ ഒന്നും ചെയ്തില്ല. അത് ഓരല്ലേ നമ്മക്ക് എന്താ ബാധിക്കണ വിചാരിച്ച് നമ്മളൊന്നും നമ്മള് എന്തൊക്കെ നാട്ടിലെ വിഷയങ്ങളായിരിക്കും നമ്മളാരും എന്തിനെതിരെ പ്രതികരിച്ചിക്കണം. അന്നുണ്ടായിരുന്നു പോലീസ്, അന്നുണ്ടായിരുന്ന ഭക്ഷണം നമ്മളെ കുറിച്ച് പറയാൻ നമ്മളെന്താണ് നമ്മളെ കമ്പനിക്കാരെ നാട്ടുകാരെ വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളെ നാട്ടിലെ കുട്ടികളെ കുറിച്ചുകൊണ്ടാണ് ആൾക്കാരല്ലോ നമ്മളെ ഈ ഫിലിമിനൊക്കെ വരുന്നത്. ഓരോ എവിടെ കണ്ടാലും ഞാൻ അതിന് എന്നോട് എന്റെ നാട്ടിലേക്ക് കയറണ്ട്. ഞാൻ എന്റെ പേരെ കയറിപ്പോൾ ഞാൻ ഒരുത്തിനെ കുറിച്ച് തച്ചിക്കണ്. പെണ്ണുങ്ങളെ കുളിച്ചിനോടത്ത് ആദ്യം ഞാൻ എന്റെ കയ്യെ മുറിഞ്ഞിരിക്കുകയാണ്. ഇവന്റെ നേരെ നോക്കി അത് ഏറെ കാണാൻ നോക്കണം. വേർത്ത് കുടിച്ചിട്ട് കച്ചവടത്തിൽ എവിടെ പോയി ആ നേരത്താണ് ഇപ്പൊ കമ്പനി പോകുന്നത്. എന്നിട്ട് അത് പോണത് പെണ്ണുങ്ങൾ തിരുമ്പോഴാണ്. ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ടാന്ന് പിന്നെ അങ്ങനെ കേറിയിട്ട് പെണ്ണുങ്ങൾ വിട്ടുകൊടുത്തു. ഞാൻ പോയിട്ട് ഇങ്ങനെ കുടിച്ചാ എന്റെ കയ്യും. ഞാൻ പോരാനായപ്പോഴും ചർച്ചക്ക് ഒരു അവസാനമല്ലേ. പിന്നെ അവിടുന്ന് കുറെ മാൻഡ്രി ഒക്കെ തിന്ന് കുറച്ച് മാൻഡ്രി പോക്കറ്റൊക്കെ ഇട്ടാണ്ട് ഞാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി നാളെ